ലോകപ്രശസ്ത അമേരിക്കൻ കവി റോബർട്ട് ഫ്രോസ്റ്റിന്റെ ചിന്തോദ്ദീപകമായ ഒരു കവിതയാണ് മെൻഡിങ് വാൾ. അയൽപക്കങ്ങൾക്കിടയിൽ പണിതുയർത്തപ്പെടുന്ന മതിലിന്റെ പ്രസക്തി, അല്ലെങ്കിൽ ആളുകൾ മനസ്സിൽ മറ്റുള്ളവരെ അകറ്റി നിർത്തുന്നതിനെക്കുറിച്ച് ഈ കവിത ചർച്ച ചെയ്യുന്നു. അതേസമയം തന്നെ സാർവലൗകിക സാഹോദര്യത്തെക്കുറിച്ചുള്ള സന്ദേശവും ഈ കവിതയിലുണ്ട്. ഈ കവിതയുടെ ഇംഗ്ലീഷിലും മലയാളത്തിലുമുള്ള സമ്മറിയാണ് ഈ വീഡിയോയിലൂടെ നൽകുന്നത്. Mending Wall by Robert Frost. Something there is that doesn't love a wall, that sends the frozen ground swell under it, and spills the upper boulders in the sun, and makes gaps even two can pass abreast. Here the speaker is the poet himself. He speculates that there must be something there that breaks the wall repeatedly. There is something in nature that doesn't love the existence of a wall. മതിലുകളെ ഇഷ്ടപ്പെടാത്ത എന്തോ ഒന്ന് പ്രകൃതിയിലുണ്ടെന്ന് കവി അനുമാനിക്കുന്നു. അത് മതിൽ ഇടയ്ക്കിടെ തകരുന്നതിന് കാരണമാകുന്നു. The water beneath the ground is frozen and the resulting ice expands to cause cracks in the wall and to make the upper boulders fall down. The crack in the wall is wide enough that two people can pass through it walking side by side. കല്ലുകൾക്കിടയിൽ മഞ്ഞ് വീണ് ഉരുകി ഐസായി അത് അവിടെ വെച്ച് എക്സ്പാൻഡ് ചെയ്യുന്നു. വിന്ററിന് ശേഷം സ്പ്രിങ് വരുമ്പോൾ സൂര്യപ്രകാശത്തിൽ ആ മഞ്ഞുകൾ ഉരുകിയൊലിച്ചു പോകുന്നു. അപ്പോൾ ഇളകിക്കിടക്കുന്ന കല്ലുകൾ താഴോട്ട് പതിക്കുന്നു. ഇതായിരിക്കാം ഒരുപക്ഷെ മതിലിന്റെ തകർച്ചയ്ക്ക് കാരണം എന്ന് അദ്ദേഹം ആദ്യം അനുമാനിക്കുന്നു. രണ്ടു പേർക്ക് കൈകോർത്ത് ഒരുമിച്ച് കടന്നു പോകാൻ തക്കവിധത്തിലുള്ള വിടവുകൾ ഇതുവഴി നിർമ്മിക്കപ്പെടുന്നു. The work of hunters is another thing. I have come after them and made repair where they have left not one stone on a stone, but they would have the rabbit out of hiding to please the yelping dogs. Here the speaker points out that the work of the hunters is another reason for the destruction of the wall. They cause total damage to the wall during their sport. The speaker has to make regular repairs, as he points it in I have come after them. രണ്ടാമത്തെ കാരണം നായാട്ടുകാർ മുയലിനെ പിടിക്കാനായി മതിലുകൾ പൊളിക്കുന്നു എന്നുള്ളതാണ്. ചിലയിടങ്ങളിൽ അവർ മതിൽ പൂർണ്ണമായും പൊളിച്ചു കളയുന്നു. അവർക്ക് പിറകെ നടന്നുകൊണ്ട് അവർ പൊളിച്ചിട്ട ഭാഗങ്ങൾ പുതുതായി പണിയേണ്ട അവസ്ഥ കവിക്കുണ്ടായിട്ടുണ്ട്. Speaker continues to point out the trouble the hunters cause. They don't even hesitate to tear down the wall to allow rabbits to come out of their holes for their dogs to catch. ഒരു കല്ല് പോലും അവശേഷിക്കാത്ത വിധം നായാട്ടുകാർ മതിലുകൾ പൊളിച്ചു മാറ്റുമ്പോൾ അവർക്ക് പിറകെ നടന്നുകൊണ്ട് പോയിട്ട് കവി ആ ഭാഗങ്ങള് റിപ്പയർ ചെയ്തിട്ടുണ്ട്, പുതുതായി പണിതിട്ടുണ്ട്. പക്ഷെ അങ്ങനെ കല്ലുകൾ പൂർണ്ണമായി മാറ്റുമ്പോൾ കൂടെയുള്ള വേട്ടപ്പട്ടികളെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ട് കല്ലിനുള്ളിൽ നിന്നും മുയലുകളെ പിടിക്കാൻ നായാട്ടുകാർക്ക് കഴിഞ്ഞിട്ടുണ്ട്. The gaps, I mean, no one has seen them made or heard them made, but at spring mending time we find them there. ആദ്യത്തെ രണ്ട് അനുമാനങ്ങളും പറഞ്ഞതിന് ശേഷം കവി പിന്നീട് പറയുന്നു, Nobody has seen or heard how and when the gaps are formed, but the speaker certainly discovers the gaps at the spring mending time. ഗ്യാപ്പുകൾ ഉണ്ടാകുന്നതിന്റെ കാരണക്കാരെയോ അതല്ലെങ്കിൽ അത് രൂപപ്പെടുന്ന വിധമോ ആരും കണ്ടിട്ടില്ല. പക്ഷെ വസന്തകാലത്ത് മതിൽ പുതുക്കി പണിയുന്ന സമയത്ത് അവർ ഓരോ സ്ഥലങ്ങളിലും മതിൽ ഇടിഞ്ഞു പൊളിഞ്ഞത് കാണുന്നു. I let my neighbor know beyond the hill, and on a day we meet to walk the line and set the wall between us once again. We keep the wall between us as we go. The poet says that the wall between two lands is separated by a hill. The farmer who lives on the other side of the hill is informed about the gap. A day is fixed on which they both meet and walk along the wall, each one on his side fixing the damaged wall. തകർന്നത് കാണുമ്പോൾ കവി കുന്നിനപ്പുറത്തുള്ള തന്റെ അയൽക്കാരനെ വിവരം അറിയിക്കുന്നു.
ഞങ്ങൾക്കിടയിലുള്ള ആ മതിൽ പഴയതുപോലെ പുനർനിർമ്മിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഇരുവരും ഒരു ദിവസം കണ്ടുമുട്ടുന്നു. തങ്ങളുടെ സ്ഥലത്തിന്റെ ഭാഗത്തുകൂടെ മുന്നോട്ട് നടന്നുകൊണ്ട് തങ്ങൾക്കിടയിലുള്ള മതിലിന്റെ കേടുപാടുകൾ അവർ തീർക്കുന്നു. Each the boulders that have fallen to each, and some are lost and some are nearly balls. We have to use a spell to make them balance. Stay where you are until our backs are turned. ഓരോരുത്തരും അവരുടെ ഭാഗത്തേക്ക് വീണ് കിടക്കുന്ന കല്ലുകൾ പെറുക്കിയെടുത്ത് മതിലിന്റെ കേടുപാടുകൾ തീർക്കുന്നു. ചില കല്ലുകൾ ഉരുണ്ടതും മറ്റു ചിലത് ചതുരത്തിലുമുള്ളതാണ്. അതുകൊണ്ട് തന്നെ അവ ഒന്നിനു മുകളിൽ മറ്റൊന്നായി നിർത്താൻ വേണ്ടിയിട്ട് അവർക്ക് മായാജാലം, മന്ത്രം ഉപയോഗിക്കേണ്ടി വരുന്നു. എന്താണ് മന്ത്രം? സ്റ്റേ വെർ യു ആർ അൻറ്റിൽ അവർ ബാക്സ് ആർ ടേൺഡ്. ഞങ്ങൾ ഇവിടുന്ന് പോകുന്നത് വരെ അവിടെ തന്നെ നിൽക്കൂ എന്നുള്ള ഒരു മന്ത്രം ചൊല്ലിയാണ് കല്ലുകൾ അവർ ഒന്നിനു മുകളിൽ മറ്റൊന്നായി വെക്കാറ്. The speaker and the neighbor notice the boulders which have fallen to either side. They find that some of these boulders look like loaves of bread and some are round as balls. It would need a spell to balance them together so that the boulders stand on one another. We wear our fingers rough with handling them. Oh, just another kind of outdoor game, one on a side. It comes to little more. The fingers of the neighbors are rough and callous with handling of boulders over and over again. It feels like they are playing some sort of game where there is only one opponent on each side. ഏറെ നേരം ഈ പരുക്കൻ കല്ലുകളുമായിട്ട് പെരുമാറുന്നതുകൊണ്ട് അവരുടെ കൈകളിൽ തഴമ്പ് വീഴുന്നു, അവരുടെ കൈവെള്ളയിൽ പോറലുകൾ ഏൽക്കുന്നു. ഈ ഒരു പ്രവൃത്തി കവിയെ ഓർമ്മപ്പെടുത്തുന്നത് ഒരു കളത്തിൽ ഒരു കളിക്കാരൻ മാത്രമുള്ള ഒരു ഗെയിമിനെയാണ്. അതിലപ്പുറം ഈ പ്രവൃത്തിക്ക് ഒരർത്ഥവുമില്ല. There, where it is, we do not need the wall. He is all pine and I am apple orchard. My apple trees will never get across and eat the cones under his pines, I tell him. It seems like play rather than work because one wall is wholly unnecessary since the two farmers grow different kinds of plants. The poet grows apples and his neighbor grows pine trees. The speaker also maintains that his apple trees won't ever cross to his neighbor's yard to cause damage to his pine trees. രണ്ടു പേരും അവരുടെ തോട്ടങ്ങളിൽ വ്യത്യസ്ത തരത്തിലുള്ള കൃഷി ചെയ്യുന്നത് കൊണ്ട് അവർക്കിടയിലുള്ള മതിൽ അനാവശ്യമാണെന്നാണ് കവി സൂചിപ്പിക്കുന്നത്. പോയിറ്റ് അദ്ദേഹത്തിന്റെ തോട്ടത്തിൽ ആപ്പിൾ മരങ്ങൾ വളർത്തുമ്പോൾ അയൽക്കാരൻ അയാളുടെ സ്ഥലത്ത് പൈൻ മരങ്ങളെയാണ് കൃഷി ചെയ്യുന്നത്. ഒരിക്കലും കവിയുടെ ആപ്പിൾ മരങ്ങൾ മറ്റേ തോട്ടത്തിലേക്ക് അതിക്രമിച്ച് കയറിക്കൊണ്ട് അദ്ദേഹത്തിന്റെ പൈൻ മരത്തിന്റെ അല്ലെങ്കിൽ ദേവദാരു വൃക്ഷത്തിന്റെ ഫലങ്ങളെ കഴിക്കുകയോ ആ മരങ്ങൾക്ക് കേടുപാടുകൾ വരുത്തുകയോ ചെയ്യില്ല. He only says, good fences make good neighbors. The neighbor does not pay heed to the arguments the speaker puts. His logic in putting up the wall is that all good neighbors are separated by strong fences. പക്ഷെ ഇത്തരം വാദഗതികൾക്കൊന്നും യാതൊരു ശ്രദ്ധയും നൽകാതെ നല്ല അയൽക്കാർക്കിടയിൽ നല്ല മതിലുകൾ ഉണ്ടാകും, അല്ലെങ്കിൽ നല്ല അയൽക്കാർ നല്ല മതിലുകളാൽ സെപ്പറേറ്റ് ചെയ്യപ്പെട്ടവരാണ് എന്ന പഴമൊഴിയാണ് അയൽക്കാരൻ പറയുന്നത്. Spring is the mischief in me and I wonder if I could put a notion in his head. When the spring season arrives, the poet feels mischievous and tries to convince his neighbor to agree with him in another way. വസന്തകാലം വരുമ്പോൾ, അതായത് മതിൽ പുതുക്കി പണിയേണ്ട സമയം വരുമ്പോൾ, കവി വീണ്ടും തന്റെ അയൽക്കാരനെ കാര്യം പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നു. അയാൾക്ക് മറ്റേതെങ്കിലും വിധത്തിൽ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാനുള്ള ഒരു കുസൃതി കവിക്ക് തോന്നുന്നു. Why do they make good neighbors? Isn't it where there are cows? But here there are no cows. The poet asks his neighbor why good fences make good neighbors. He argues that walls are needed or necessary when there are cows that are needed to be kept from the neighbor's premises. But since here there are no cows and only trees, there is no need for a wall in between them. എന്തുകൊണ്ടാണ് നല്ല മതിലുകൾ നല്ല അയൽക്കാരെ ഉണ്ടാക്കുമെന്ന് പറയുന്നത്?
പശുക്കളെയും മറ്റും അകറ്റി നിർത്താനല്ലേ മതിലുകൾ വേണ്ടത്. ഇവിടെയാണെങ്കിൽ പശുക്കളില്ല. അതുകൊണ്ട് തന്നെ തങ്ങൾക്കിടയിൽ മതിൽ വേണ്ട എന്ന് കവി വീണ്ടും പറയുന്നു. Before I built a wall, I'd ask to know what I was walling in or walling out, and to whom I was like to give offense. The poet would like to know what he is keeping out and what he is protecting by building the wall. He also asked whether this wall would offend anyone. ഒരു മതിൽ നിർമ്മിക്കുന്നതിന് മുമ്പേ എന്തിനെയാണ് താൻ അകറ്റി നിർത്താൻ ശ്രമിക്കുന്നത്, അതല്ലെങ്കിൽ എന്തിനെയാണ് താൻ സംരക്ഷിക്കുന്നത് എന്നറിയണമെന്ന് കവി പറയുന്നു. അതോടൊപ്പം തന്നെ മതിൽ നിർമ്മിക്കുമ്പോൾ താൻ ആരോടെങ്കിലും അതിക്രമം കാണിക്കുന്നുണ്ടോ എന്നും കവിക്കറിയണം. Something there is that doesn't love a wall, that wants it down. I could say else to him, but it's not else exactly, and I'd rather he said it for himself. The poet yet again points out that there is something that doesn't love a wall and wants it go down. He says that he could point towards else as a reason for bringing down the wall, but he knows it's not really the else. So he suggests that the neighbor should come up with a reason for the same on his own. കാലാവസ്ഥ കൂടാതെ ഏതോ അഭൗമിക ശക്തികളും മതിലുകൾ തകരുന്നതിൽ സഹായിക്കുന്നുണ്ട്. ഏതോ ഒരു ഫെയറി എൽവ്സ് ഭൂതാത്മാവ് അതിന്റെ പിറകിലുണ്ടെന്ന് കവി അനുമാനിക്കുന്നു. അതേസമയം തന്നെ ഈ മതിൽ തകർച്ചയ്ക്ക് കാരണം അത്തരം ഫെയറീസ് അല്ലെങ്കിൽ എൽവ്സ് അല്ല എന്ന് കവിക്കറിയാം. അതുകൊണ്ട് തന്നെ മതിൽ തകരുന്നതിന്റെ കാരണം തന്റേതായ രീതിയിൽ അയൽക്കാരൻ കണ്ടെത്തിക്കോട്ടെ എന്നുള്ള രീതിയിൽ പറഞ്ഞൊഴിയുകയാണ് കവി ചെയ്യുന്നത്. I see him there, bringing a stone grasped firmly by the top in each hand, like an old stone savage armed. As the neighbor works on rebuilding the wall, the poet feels that he resembles an uncouth, uncivilized inhabitant of Stone Age, whose weapons are those very rocks which made up the wall. ഇരു കൈകളിലും കല്ലുകൾ പെറുക്കി മതിൽ പുനർനിർമ്മിക്കാനായി നടന്നു വരുന്ന അയൽക്കാരനെ കവി കാണുന്നു. ആ കാഴ്ച ശിലായുഗത്തിലെ അപരിഷ്കൃതനായിട്ടുള്ള മനുഷ്യനെയാണ് കവിയെ ഓർമ്മിപ്പിക്കുന്നത്. ശിലായുഗത്തിലെ മനുഷ്യരുടെ ആയുധങ്ങൾ കല്ലുകൾ തന്നെയായിരുന്നല്ലോ. He moves in darkness as it seems to me, not of woods only and the shade of trees. He will not go behind his father's saying, and he likes having thought of it so well. He says again, good fences make good neighbors. The speaker now firmly believes that the neighbor is living in darkness, not just the darkness due to the woods and tree shades. The speaker feels that the neighbor is under the tight grip of darkness of ignorance. കല്ലുകളുമേന്തി തന്റെ അയൽക്കാരൻ ഇരുട്ടിലൂടെ നീങ്ങുകയാണ്. ആ ഇരുട്ടിന് കാരണം വനത്തിലെ മരങ്ങളുടെ നിബിഡതയോ അതല്ലെങ്കിൽ വൃക്ഷഛായയോ അല്ല. തന്റെ അയൽക്കാരൻ അജ്ഞതയുടെ ഇരുട്ടിലാണ് ജീവിക്കുന്നത് എന്നാണ് കവി സൂചിപ്പിക്കുന്നത്. തന്റെ അച്ഛന്റെ വാക്കുകൾക്കപ്പുറം ഒരിക്കലും അയാൾ പോകില്ല. ആ വാക്കുകളെ ഒന്നുകൂടി മനസ്സിൽ നന്നായി ചിന്തിച്ചതിന് ശേഷം അയൽക്കാരൻ വീണ്ടും പറയുന്നു, നല്ല മതിലുകൾ നല്ല അയൽക്കാരെ സൃഷ്ടിക്കുന്നു. മെൻഡിങ് വോൾ ഇവിടെ അവസാനിക്കുന്നു. ഈ പാഠഭാഗത്തെ നോട്ട്സുകൾ മറ്റൊരു വീഡിയോയിൽ ലഭ്യമാണ്. നോട്ട്സിൻ്റെ വീഡിയോ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ നൽകിയിരിക്കുന്നു. ശ്രവിച്ചതിന് നന്ദി. നമസ്കാരം.